മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്, നിങ്ങളുടെ ഭരണത്തിന്റെ. അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല. CPM നേതാവിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. പരോളിൽ വിട്ട സർക്കാർ. പോലീസ്, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ? നിങ്ങൾ പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ? എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞതിന് കോടതി 20 കൊല്ലം ശിക്ഷിച്ച CPM നേതാവിനെ 1 മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിലിറക്കിയില്ലേ? എന്താ നിങ്ങളുടെ ഭരണം? നിങ്ങളുടെ DIG കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ? അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ? ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ? നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ? പോലീസിന്റെ സഹായത്തോടുകൂടി, ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി. എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാ. പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ. അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ. പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF-ഉം പിന്തിരിഞ്ഞു പോവില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരൊക്കെയാണ് ഈ സ്വർണത്തിന്റെ പങ്ക് പറ്റിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പോറ്റിയുടെ കൂടെ നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്നതും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്തു വന്നിരുന്നു. അത് AI ആണെന്ന് കുറേയധികം ആൾക്കാർ പറയുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, അത് ഒറിജിനൽ ആണെന്ന് പറയുന്നു. ഇതിപ്പോ നമ്മൾ ജനങ്ങൾ എന്ത് വിശ്വസിക്കും? നമ്മൾ ആരെ വിശ്വസിക്കും? ഇതിപ്പോ എല്ലാ പാർട്ടിക്കാരും ഈ ഒരു സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത്, അയ്യപ്പൻ തന്നെ ഇത് കട്ടവന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ രംഗത്ത് കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.